ഹേ ഗായ്സ്, കാഴ്ചകളിൽ ഒളിഞ്ഞുപോയ ഒരു പ്രകൃതി ചിത്രം, പക്ഷേ എല്ലാവരും അറിയാത്ത ഒരു ദൃശ്യം. ഇത് തീർച്ചയായും ഒരു ഡാമാണ്. പക്ഷേ ഈ ഡാമിനൊരു ഹൃദയമുണ്ട്. പേപ്പാറ ഡാം തിരുവനന്തപുരം നഗരത്തിനുള്ള ഒരു മായാവി ലോകം. വൃത്തിയിലുള്ള പച്ചപ്പും കനൽ പൊത്തിയ മരങ്ങളും മൗനം ചേർന്ന വെള്ളവും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നിങ്ങൾ കാണുന്നത് പ്രകൃതിയുടെ നിജരൂപമാണ്. ശബ്ദം കുറഞ്ഞ കാറ്റ്, ആകാശത്തേക്ക് ഉയരുന്ന മരങ്ങൾ, ഒരു ചിറകു പിടിച്ച സ്വപ്നം പോലെ പൂർണ്ണമായ ഒരു പ്രകൃതിയിലേക്ക് കടക്കുകയാണ് നമ്മൾ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ ഡാമിലേക്കാണ്. ഒപ്പം റിസർവയറിൻ്റെ കാഴ്ചകളും. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും പൊന്മുടിയിലേക്ക് പോകുന്ന റൂട്ടിൽ ഈ പേപ്പാറ ഡാം സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ആരും മിസ് ചെയ്യണ്ട. പൊന്മുടിയിലേക്ക് പോകുന്നവർ ഇവിടെയും കൂടെ കയറി കണ്ടിട്ട് പോവുക. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡാം. ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നും, ഇതൊരു ഡാമാണോ, ഒരു കാടാണോ, ഒരു സിനിമയിലേക്കാണോ ഞാൻ എത്തിയിരിക്കുന്നത്. പക്ഷികൾക്കുള്ള പാരഡൈസ്, വന്യജീവികൾക്ക് വീട്, നമുക്ക് ഒരു മൗനം, ഒരു ശാന്തത, ഒരു കാഴ്ച. തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ഒരു ദിവസത്തേക്ക് മാറി നിൽക്കാനും അപ്പം എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ഡാമാണ് ഈ പേപ്പാറ ഡാം. അപ്പോൾ നമുക്ക് പേപ്പാറ ഡാമിലേക്കുള്ള വിശേഷങ്ങളിലേക്ക് പോവാം. ഓക്കെ, ആദ്യമേ പറയാം, വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പൊന്മുടിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മുടെ പേപ്പാറ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. 1983 നിർമ്മിച്ച ഈ ഡാം കരമന നദിയെ അടിച്ചടക്കി നിർമ്മിച്ച ഒരു ഡാമാണിത്. 423 മീറ്റർ നീളവും 13 മീറ്റർ ഉയരവും ഉള്ള ഈ ഡാം തിരുവനന്തപുരം നഗരത്തെയും പരിസരങ്ങളെയും കുടിവെള്ളം കൊണ്ട് സംരക്ഷിക്കുന്നു. ഇത് അരുവിക്കര ഡാമിൻ്റെ മുഖ്യ ജലസ്രോതസ്സാണ്. പേപ്പാറ ഡാമിന് ചുറ്റുമുള്ള പ്രദേശം, അതായത് പേപ്പാറ ഈ പരിസരമൊക്കെ പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം 75 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള വനപ്രദേശമാണത്. ഇവിടെ ജൈവ വൈവിധ്യത്തിൻ്റെ ഉത്സവം തന്നെ കാണാം. അത്യാവശ്യം വന്യമൃഗങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു വൈൽഡ് ലൈഫ് കൂടെയാണ് ഈ പേപ്പാറ ഡാം. 233 പക്ഷികളും ഒപ്പം എണ്ണം കൊണ്ട് തീർക്കാനാകാതെ ഒരുപാട് വൃക്ഷങ്ങളും ഇവിടെയുണ്ട്. ഈ കാണുന്നതാണ് ഡാം. ഇപ്പോൾ ഇവിടെ ഓപ്പൺ അല്ല,
എന്തോ പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇവിടെ വന്നാൽ ഈ ഡാമിൻ്റെ താഴ്ഭാഗത്ത് പോയി നമുക്ക് ഷട്ടറും അവിടെ നിന്ന് വെള്ളം വരുന്നതും ഒപ്പം ഇലക്ട്രിസിറ്റിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതും കാണാൻ കഴിയും. ഈ മോളിൽ നിന്നുള്ള കാഴ്ചകളും അതിമനോഹരമാണ്. നേരെ കിടക്കുന്ന വിസ്തൃതമായ ആറും ഒപ്പം മരങ്ങളും ആ ശാഖകളും പക്ഷികൾ പറക്കുന്നതും കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടാണ് ഈ പേപ്പാറ ഡാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. വീഡിയോയുടെ അവസാനം റിസർവറിലെ കാഴ്ചകളും ആറിനോട് ചേർന്നുള്ള കരഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ഷട്ടറിൻ്റെ ഭാഗം. ഇപ്പോൾ ഷട്ടർ ക്ലോസ്ഡ് ആണ്. പക്ഷേ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിൽ കൂടെ വെള്ളം ഒരുപാട് വരുന്നുണ്ട്. ഈ വിതുര ഈ അങ്ങോട്ടുള്ള ഏരിയകളിലൊക്കെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ നിന്നാണ്. വൃക്ഷങ്ങൾ കൊണ്ട് തിങ്ങി നിൽക്കുന്ന ഒരു കാടിനുള്ളിൽ ഒരു ഇത്രയും വലിയൊരു ഡാം അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്.
റിസർവറിൻ്റെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഒരു സൈഡിൽ ബോണക്കാട് മലകളും അതിൻ്റെ ഇപ്പുറം സൈഡിൽ പൊന്മുടി മലകളും കാണാൻ കഴിയും. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇപ്പോൾ പൊന്മുടി ക്ലൈമറ്റ് ഉള്ളൊരു സീസണാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ വന്നിട്ട് പൊന്മുടി പോകുന്നവർക്ക് ഈ ഒരു കാഴ്ച അതിമനോഹരമായിരിക്കും. പേപ്പാറയിലെത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും ജീവൻ്റെ വില. പേപ്പാറ ഡാം ജലം, കാട്, ജീവൻ, സൗഹൃദം എന്നിവയുടെ ഒരു കലവറയാണ്. 1983 നിർമ്മിച്ച ഈ ഡാം കരമന നദിയുടെ കാരുണ്യമായി തിരുവനന്തപുരം നഗരത്തെ സംരക്ഷിക്കുന്നു. ചുറ്റുപാടിൽ വന്യജീവികളും പക്ഷികളും പ്രകൃതിയും മനുഷ്യൻ്റെ നിർമ്മാണ ബുദ്ധിയും ചേർന്ന ഒരത്ഭുതം. ഇവിടെയാണ് തണുത്ത കാറ്റ് ശ്വാസമാകുന്നത്. ഇവിടെയാണ് നമുക്ക് പ്രകൃതിയെ സ്പർശിക്കാൻ കഴിയുന്നത്. ഇവിടെയാണ് നിസ്സംഗതയുടെ സുന്ദരം. ഹോപ്പ് യു ഗൈസ് എൻജോയ്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.